അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന എ ഫ്രെയിം ഹൗസ്. അപ്പം ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഫുഡൊക്കെ കഴിക്കാനും ടീ ഒക്കെ കുടിക്കാനും പിന്നെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഫുഡ് കോർട്ടിന്റെ അവിടേക്കാണ് പോയത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊന്നുമില്ല ആദ്യത്തെ വീഡിയോയില് അവിടെ ഒരു ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ അവിടെ നിന്ന് ഞാൻ അച്ഛനെ മോളെയൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണത്. രാത്രിയിലെ ചെറിയ വെട്ടത്തില് ഊട്ടി കാണാൻ ഭയങ്കര മനോഹരമാണ്. ഇവിടെ സ്വർഗമാണെന്ന് തന്നെ പറയണം. വലിയ തണുപ്പൊന്നും ഇല്ലാന്നത് കൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്ത് അവര് ഒരു ചെറിയ തീയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ചൂടിലൊക്കെ ഇരിക്കാം. പക്ഷെ അതിന്റെ ചൂടിലിരിക്കാനുള്ള തണുപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു രസമാണല്ലോ ഇങ്ങനെയുള്ള എല്ലാരും കൂടി ഇവിടെ ഇരിക്കുന്നതൊക്കെ ഒരു രസമുള്ള കാര്യം തന്നെയല്ലേ. മണിക്കൂർ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നത് ഒരു രസം തന്നെയാണ്. ഇതിനിടയ്ക്ക് എന്റെ ക്യാമറയ്ക്ക് എന്തോ പറ്റി. അപ്പൊ ഞാൻ ചോദിച്ചത് എന്ത് പറ്റി എന്റെ ക്യാമറയ്ക്ക്, ഇച്ചിരി എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ വരുന്നത് എന്ന്. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി. ഇന്നത്തെ ഫുഡ് എന്ന് വെച്ചാൽ നല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും എല്ലാം ഉണ്ടായിരുന്നു. മയോണൈസ് വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോയി കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ സൂര്യൻ ഉദിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 മണിക്ക് എണ്ണിറ്റു, 5:15 എണ്ണിറ്റു, 5:30 എണ്ണിറ്റു, 5:45 എണ്ണിറ്റു. അങ്ങനെ ഞാനിറങ്ങാൻ ഇച്ചിരി താമസിച്ച ഒരു 6 മണി, ഞാൻ 10 മിനിറ്റ് ഒന്ന് ഉറങ്ങിയപ്പോഴത്തേക്ക് സൂര്യൻ ഉദിച്ചു. ഞാൻ നമ്മുടെ ബെഡിന്റെ അവിടെ നിന്ന് എടുത്തു തരുന്ന ആദ്യം കണ്ട ആ ഒരു വീഡിയോ. പിന്നെ നമ്മൾ ബാൽക്കണിയിലേക്ക് വന്നിട്ട് സൂര്യോദയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിരുന്നു. നല്ല കാറ്റുണ്ട്, ചൂടുണ്ട് വെള്ളത്തിന്. ഞാൻ ആ പെറുപുറത്തത് വേറൊന്നുമല്ല കേട്ടോ, നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. എന്റെ തൊണ്ടയൊക്കെ ഒരു പരുവാവുകയും ചെയ്ത്. അപ്പൊ മനുവിനോട് പറഞ്ഞു ഫ്ലാസ്കിൽ ചൂടുവെള്ളം ഉണ്ടോ തരാമെന്ന്. ചൂടുവെള്ളം കുടിച്ചപ്പോഴത്തേക്ക് ചൂടുവെള്ളം നല്ല തണുത്തിരിപ്പുണ്ട്. ഓൾറെഡി നല്ല ചുമ പിടിച്ചിട്ടായിരുന്നു ഞാൻ വന്നത്. അങ്ങ് ദൂരെ മലകളിലെല്ലാം മഞ്ഞ് മൂടി നിൽക്കുന്നത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കിളികളുടെ നാദമൊക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു രാവിലത്തെ പ്രഭാതം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ എണീക്കുമ്പോൾ ഈ ബേർഡ്സിന്റെ ഒക്കെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് താഴെ പോകാൻ മടിയായത് കൊണ്ട് മനുവിനോട് പറഞ്ഞു
നീ പോയി ഫ്ലാസ്കിൽ കാപ്പി മേടിച്ചിട്ട് വന്നാൽ മതി, നമുക്ക് തേയിലത്തോട്ടത്തിലിരുന്ന് കാപ്പി കുടിക്കാന്ന്. അങ്ങനെ മനു കാപ്പി മേടിക്കാൻ പോയതാണ്. കാപ്പി വാങ്ങാൻ പോവാം. നല്ല തണുത്ത കാറ്റുണ്ട്. കുഞ്ഞി കാറ്റാ പക്ഷെ തണുത്ത കാറ്റായതുകൊണ്ട് നന്നായിട്ട് തണുക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടോ മരങ്ങളൊക്കെ കാണുന്നത്? വീഡിയോയിൽ കാണുന്നില്ലെങ്കിലും നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. രാത്രി പറഞ്ഞതുപോലെ രാത്രിയിലൊന്നും വലിയ തണുപ്പ് തോന്നിയില്ല, പക്ഷെ രാവിലെ എണീറ്റപ്പോൾ നല്ല തണുത്ത കാറ്റായിരുന്നു. കാപ്പി അവിടെ ചെല്ലണമെന്നാണ് പറഞ്ഞ് 7:20 ആകുമ്പോൾ ചെന്ന് കാപ്പി കിട്ടും. പക്ഷെ കുഞ്ഞുറക്കമായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. വെറുതെയാണ്, കുഞ്ഞു ഉറങ്ങുന്നോണ്ടൊന്നുമല്ല, എനിക്ക് അവിടെ നടന്നിട്ട് തിരിച്ചു കയറാൻ മടിയായതുകൊണ്ട്. ഞാൻ ഇതൊക്കെ കുറച്ച് മെയിൻ്റനൻസ് ചെയ്താൽ പിന്നെ കല്യാണം ഇന്നലെ ഇതിനകത്ത് കയറി ഫുൾ എനിക്ക് പേടിയായിരുന്നു. ഇന്നലെ ഇത് കയറുന്നതല്ല, എനിക്ക് നല്ല പേടിയായിരുന്നു. കല്യാണി നല്ല ഉറക്കത്തിലാണ്, ഇതുവരെ എണീറ്റിട്ടില്ല. ഇതുവരെ എന്ന് പറയാൻ സമയമൊന്നും ആയിട്ടില്ല. 6 മണി 6:05 6:10 ആയിട്ടേ ഉള്ളൂ. ചെറിയ ബാഗ് മാത്രമേ ഇങ്ങോട്ട് കാത്തു കയറ്റത്തുള്ളൂ. അത് കൊണ്ടുവന്നു. അവർ നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബാഗ് മാത്രമേ അലൗഡ് ഉള്ളൂ, അതായത് ഒരാൾക്ക് ഒരു ബാഗ്. ഒരുപാട് ബാഗ് കൊണ്ടൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. ഒരു ബാഗിൽ നമുക്ക് മാക്സിമം സാധനങ്ങളൊക്കെ ആയിട്ട് കയറാം. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്ന് സോൾവ് ചെയ്താൽ നല്ലതാണ്. ഇപ്പോൾ ഇവിടെ ഒരാൾ ചവിട്ടിയാൽ ഇത് പൊട്ടും. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ കാല് അകത്തേക്ക് വെളിയിലേക്ക് പോകുമല്ലോ, പിന്നെ ഇതൊക്കെ ഒന്ന് ഇളകി കിടക്കുക. അല്ലാതെ നല്ല അടിപൊളിയാണ്. എല്ലാ ബിൽഡിങ്ങിലും ഇല്ലെന്ന് തോന്നുന്നു, എല്ലാം ഇവിടെ ഫ്രെയിം ഹൗസുകളാണ്. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ്, പറയാതിരിക്കാൻ വയ്യ. അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പോരായ്മകളെ ഉണ്ടായിരുന്നല്ലോ, അതൊന്നും ചെറിയ മെയിൻ്റനൻസിന്റെ ആവശ്യമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അടിപൊളിയാണ്. ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് പറഞ്ഞാൽ ഒരു ബാൽക്കണി ഉണ്ട്, നല്ലൊരു ബാൽക്കണി. ഇവിടെ എനിക്ക് നല്ല വെയിൽ വരുന്നു. ഇവിടെ എനിക്ക് തോന്നിയത് കുഞ്ഞുങ്ങളൊക്കെ വരുമ്പം ഇവിടെ എന്തെങ്കിലും ജസ്റ്റ് ഒരു നെറ്റെങ്കിലും അടിച്ച് സേഫായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം കുട്ടികളൊക്കെ അങ്ങോട്ട് വീഴുമല്ലോ, അവരാകെ ഇത്രേ കാണുള്ളൂ കുഞ്ഞുങ്ങളൊക്കെ. ഞാൻ ഉദ്ദേശിച്ചത് തീരെ ചെറിയ കുട്ടികളെയാണ്. അവർ ഈ ഓടിക്കളിക്കുമ്പോഴത്തേക്ക് വലിയ താഴ്ചയൊന്നും താഴോട്ടില്ല കേട്ടോ. ഇത് തേയിലത്തോട്ടം. ഈ തേയിലത്തോട്ടത്തിൻ്റെ അവിടെ ആയിട്ടൊരു ചെയറൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്നലെ അവിടെ പോയി, നല്ല രസമുണ്ട്. നല്ല കിളിനാദമൊക്കെ കേട്ട് ഒരു മോർണിംഗ് വളരെ കുഞ്ഞിക്കിളി. അതിൻ്റെ കൂട് അത് മരത്തിനുള്ളിലാണെന്ന് തോന്നുന്നു, ചെടിക്കുള്ളിലാണെന്ന് തോന്നുന്നു. ഒരു സുന്ദരൻ തൊപ്പിക്കിളി അവിടെ വന്ന് നന്നായിട്ട് കിളിനാദം ഉണ്ടാക്കിയിട്ടിരിപ്പുണ്ടായിരുന്നു. നിറയെ കിളികൾ വന്നു തുടങ്ങി. ഞാനേ മനു ചൂട് കാപ്പിയായിട്ട് വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണേ. തൊണ്ട നന്നായിട്ട് പോയിരിക്കുകയാണ്. ഒന്നാമത് ചുമയാണ്, രണ്ടാമത് തണുപ്പും കൂടി രാത്രിയിൽ അടിച്ച് തണുപ്പടിച്ചിട്ട് ഒന്ന് തൊണ്ട അടങ്ങി.
മനു എനിക്കുള്ള വീഡിയോ ആണ് ഇവിടെ എടുക്കുന്നത്. അവിടെ നിന്ന് വന്ന കാഴ്ചകളാണ് എടുക്കുന്നത്. രാവിലെ ഉള്ള എന്താ പറയുക, മരത്തിന് ഗ്യാപ്പിലൂടെ ഈ സൂര്യൻ്റെ രശ്മികളൊക്കെ വരുമല്ലോ, നല്ല ഭംഗിയില്ലേ കാണാൻ. കാപ്പിയായിട്ട് ആളെത്തിയിട്ടുണ്ട്. അങ്ങനെ കാത്തിരുന്ന് വേഗം തന്നെ ആള് കാപ്പിയായിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ കോഫിയും കിട്ടി, ബിസ്ക്കറ്റും കിട്ടി. മോൾ എണ്ണീറ്റോ? വെരി ഗുഡ്. വിളിക്കാറേ? ഞാൻ വിളിച്ചായിരുന്നു. അതൊരു പുറമോട്ട് വരാം. ഗ്ലാസ് ഞാൻ ഇവിടെ ഇരിക്കും. അങ്ങനെ കാപ്പിയും നല്ല 50-50 ബിസ്ക്കറ്റും കിട്ടിയിട്ടുണ്ട്. ഇന്നലത്തെ രാവിലെ കയറുന്ന കുഴപ്പമില്ല, വെറും വയറ്റിൽ കയറുമ്പോൾ വലിയ കിടപ്പില്ല. കഴിച്ചോണ്ട് കയറുമ്പോഴാ അയ്യോ സൗണ്ട് വീണ്ടും പോയി. അത് പനിയായിരിക്കും. ഞാൻ ഗുളിക കഴിച്ചില്ലല്ലോ. പനിയും പിടിച്ച്. എനിക്ക് ഡിസംബർ 25 തുടങ്ങിയ പനിയാണ്. അപ്പോൾ ബാക്കി വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ബൈ.